Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon. Good afternoon, ma'am. ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാനേ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, അതിന്റെ 9 കമ്പോണന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി ഹെൽത്ത് സർവീസസിന്റെ കമ്പോണന്റുകൾ 9 കമ്പോണന്റുകളോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ 9 കമ്പോണന്റുകൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസ് അത്രയധികം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഇതൊക്കെയായിരുന്നു 9 കമ്പോണന്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക്. അതൊക്കെയായിരുന്നു ആക്സസ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ കോമ്പീറ്റൻസ്, ഇക്വിറ്റി, effectiveness, efficiency, continuity, safety, interpersonal relations, amenities. Okay, അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊരു വായിച്ചോ എല്ലാവരും? വായിച്ചു നോക്കിയോ എല്ലാവരും? ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തിട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ കാഴ്ചപ്പാട് അല്ലെ, ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലെ, ഓരോരുത്തരുടെ വീക്ഷണകോണിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അല്ലെ പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹെൽത്ത് സർവീസസിന്റെ ഒരു ക്വാളിറ്റിനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കി കാണാനായിട്ട് പോവുകയാണ്. ഓരോരുത്തർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 പേരുടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നും ഒരു പേഷ്യന്റ് അല്ലെ, ഒരു പേഷ്യന്റ് അഥവാ ഒരു ക്ലയന്റ്, പിന്നെ വരുന്നത് ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അതിപ്പോ ഹോസ്പിറ്റൽ ആവാം, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഹെൽത്ത് കെയർ മാനേജർ അല്ലെ. അപ്പൊ ഈ 3 പേരുടെയും വീക്ഷണകോണിലൂടെ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഒരു കാഴ്ചപ്പാടില് എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഷ്യന്റ് ആണ്, നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ക്വാളിറ്റി, ഒരു എന്താ പറയുക ഹെൽത്ത് കെയർ ക്വാളിറ്റി ഉള്ള കെയർ ആയിട്ട് നമ്മൾക്കത് തോന്നണമെങ്കിൽ, നമ്മൾ അതിനെ നോക്കിക്കാണണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. അതുപോലെ ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ഏത് രീതിയിലാണ് ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത്, ഒരു ഹെൽത്ത് കെയർ മാനേജർ ഏത് രീതിയിലാണ് ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്. അപ്പൊ അവരുടെ 3 പേരുടെയും പെർസ്പെക്റ്റീവിലാണ് അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. The health staff, health manager, clients and communities are all stakeholders in service delivery. അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സ് എന്നുള്ള അർത്ഥമാണ് അല്ലെ, പങ്കാളികൾ എന്നുള്ള അർത്ഥമാണ്. അതായത് ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകളായിക്കോട്ടെ, ഹെൽത്ത് മാനേജർമാരായിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന ഹെൽത്ത് അല്ലെ സർവീസ്, ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറിയുടെ ഭാഗങ്ങളാണ്. ഇവരെല്ലാവരും തന്നെ എന്താണ്? ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങളുടെ ഭാഗമാണ് അല്ലെ. ഓക്കെ, ചിലവര് ആ സർവീസ് സ്വീകരിക്കുന്ന ആൾക്കാരാണ് പേഷ്യന്റിന്റെ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫ്. എല്ലാവരും എന്താണ്? ഹെൽത്ത് സർവീസസിന്റെ ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് മേ ഗോ ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസസ്. അപ്പൊ ഈ പറയുന്ന ഓരോരുത്തരും ഹെൽത്ത് സർവീസ് ചെയ്യുന്നവര് എന്താണ്? ഓരോ കാര്യങ്ങളാണ്, ഡിഫറെന്റ് കാര്യങ്ങളാണ് അവരതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു ഹെൽത്ത് സ്റ്റാഫ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹെൽത്ത് കെയർ മാനേജർ, എല്ലാം വ്യത്യാസമുണ്ട് അല്ലെ. അവരുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കിക്കാണാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ദ പേഷ്യന്റ് ഓർ ക്ലയന്റ് കേട്ടോ. ഒരു രോഗി, ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്.
ശ്രദ്ധിക്കുക കേട്ടോ. Research done in different parts of the country reveals that our patients or clients require services that എങ്ങനെയുള്ള ഹെൽത്ത് സർവീസസിനെയാണ് ഒരു പേഷ്യന്റ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആയിട്ട് അവർ കാണുന്നത് എന്തൊക്കെ വരുമ്പോഴാണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കി, ആർ ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. എന്തായിരിക്കണം ഒന്നാമത്തത്? ദ സർവീസസ് ആർ ഡെലിവേർഡ് ഓൺ ടൈം ബൈ ദ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അല്ലെ, അതാണ് ആദ്യത്തെ പോയിന്റ്. ഒന്നാമത്തെ കാര്യം എന്താണ്? സർവീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ഡെലിവറി ചെയ്തിരിക്കണം. അതായത് ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ പേഷ്യൻസിന് ലഭിച്ചിരിക്കണം. അത് എങ്ങനെ ലഭിച്ചിരിക്കണം? ബൈ ദ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അല്ലെ, എത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ അവകാശങ്ങളെ മാനിക്കുന്ന, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന സ്റ്റാഫുകളിലൂടെ കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് ലഭിച്ചിരിക്കണം? സർവീസ് ലഭിച്ചിരിക്കണം. അങ്ങനെയുള്ള സർവീസിനല്ലേ നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മള് ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലാണ് നോക്കി കാണുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ആർ സേഫ്. എന്താണ്? സർവീസസ് ഷുഡ് ബി സേഫ്. അല്ലെ, സർവീസുകൾ എങ്ങനെയായിരിക്കണം? സേഫ് ആയിരിക്കണം, വളരെ സുരക്ഷിതമായിരിക്കും. എപ്പോഴും എന്താണ്? പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും സേഫ്റ്റി ഉള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആണല്ലോ. പിന്നെ എന്താണ് പറയുന്നത്? ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്. അത് നമ്മൾ കഴിഞ്ഞ കമ്പോണന്റിൽ പറഞ്ഞു, ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റിൽ പറഞ്ഞതാണ് അല്ലെ. എന്തായിരിക്കണം? സർവീസസ് should generate a positive change അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഇൻ ദ പേഷ്യന്റ് ഹെൽത്ത് സ്റ്റാറ്റസ്. അല്ലെ, പിന്നെന്താണ്? പേഷ്യന്റിന്റെ ആരോഗ്യത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എന്ത് തരേണ്ടത്? അത്ര ഇഫക്റ്റീവ്നെസ്സോട് കൂടിയിട്ടായിരിക്കണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലെ, പിന്നെന്താ പറയുന്നത്? ദാറ്റ് ദേ ക്യാൻ അഫോർഡ്. പിന്നെന്താണ്? സർവീസുകൾ എപ്പോഴും അഫോർഡബിൾ ആയിരിക്കണം. അല്ലെ, അവർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. പിന്നെന്താണ്? പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അത് മാത്രമല്ല, രോഗികൾക്കാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവരിൽ നടത്തുന്ന നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള എന്താണ് വിവരങ്ങൾ അവർക്ക് നൽകിയിരിക്കണം. അല്ലെ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നൽകിയിരിക്കണം. അങ്ങനെ വേണം അവർക്ക് എന്ത് കൊടുക്കാനായിട്ട്? സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്? പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ദേ റിക്വയർ. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ട് അവർക്ക് നൽകിയിരിക്കണം. ഗീവ് പ്രൈവസി. അല്ലെ, അതുപോലെ തന്നെ പേഷ്യൻസിനെ സംബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സർവീസുകളാണെങ്കിൽ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടായിരിക്കണം. അല്ലെ, അവരുടെ ഒരു പ്രൈവസിനെ എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാത്തിനേക്കാളും ഉപരി എന്താണ്? വിത്തിൻ ദെയർ റീച്ച് ഓർ ഡിസ്റ്റൻസ്. അല്ലെ, പിന്നെ ഈ പറയുന്ന സേവനങ്ങളെല്ലാം തന്നെ അവർക്ക് എന്തായിരിക്കണം? റീച്ചബിൾ ആയിരിക്കണം, എന്നുവെച്ചാൽ അവർക്ക് ആക്സസബിൾ ആയിരിക്കണം. പിന്നെന്താണ്? ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല അവർക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലായിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഹെൽത്ത് സർവീസ് ഒരു ക്വാളിറ്റി സർവീസ് ആണെന്ന് അവർക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലാണ് നമ്മൾ നോക്കിയത്. അവരൊരു ഹെൽത്ത് സർവീസിൽ ഒരു ക്വാളിറ്റി കെയർ ആണെന്ന് അവർക്ക് തോന്നണമെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും ആ ക്വാളിറ്റിയിൽ അവർ നോക്കിക്കാണുന്നത്? ഒന്ന്, അവർക്ക് കൃത്യസമയത്ത് സർവീസസ് ഷുഡ് ഡെലിവേർഡ് ഓൺ ടൈം. അല്ലെ, കറക്റ്റ് സമയത്ത് ഡെലിവർ ചെയ്തിരിക്കണം. അത് ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അല്ലെ, ഏറ്റവും അവരോട് ബഹുമാനം കാണിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല പരിചരണം കൃത്യമായിട്ടുള്ള സമയത്ത് നൽകിയിരിക്കണം. The services should be safe. The services safe ആയിരിക്കണം. The services that should generate a positive change in their health. അല്ലെ, അവരുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം സർവീസുകൾ. പിന്നെ എന്തായിരിക്കണം? The services should be affordable. അഫോർഡബിൾ ആയിട്ടുള്ള സർവീസ് ആയിരിക്കണം അവർക്ക് കിട്ടുന്ന. അല്ലെ, ഏറ്റവും അവർക്ക് എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സർവീസുകളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? the services that should provide in such a way that the sufficient information about their condition and treatment. അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക്
അവർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കണം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് സർവീസസ് ദാറ്റ് ഷുഡ് പ്രൊവൈഡ് വിത്ത് ദ ഡ്രഗ്സ് ദേ റിക്വയർ, അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കണം. ആൻഡ് ദേ റെസ്പെക്ട് ദെയർ പ്രൈവസി, അവരുടെ പ്രൈവസിയെ മാനിച്ചിരിക്കണം. പിന്നെ ഈ പറയുന്ന സർവീസസ് ദാറ്റ് ഷുഡ് ബി റീച്ചബിൾ ആയിരിക്കണം, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. എത്ര നല്ല സർവീസുകൾ കൊടുത്താലും അവർക്ക് ആ സർവീസ് ആ ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയാണെങ്കിൽ അവർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. അവർക്കത് എത്തിപ്പെടാനും കൂടെ സാധിക്കുന്ന സ്ഥലത്തായിരിക്കണം അല്ലെ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലായിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവണം, അതേ രീതിയിലായിരിക്കും അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വലിയ വലിയ മെഡിക്കൽ ടേമുകളും വലിയ ലാംഗ്വേജ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ഒരു പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് ആണ് നമ്മൾ കണ്ടത്. അവരൊരു ക്വാളിറ്റി കെയറിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണോ? കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ആളുടെ വ്യൂ പോയിന്റിലൂടെ പറയാണ് ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ കേട്ടോ. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അദ്ദേഹം എങ്ങനെയാണ് ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത് കേട്ടോ. അപ്പൊ ഒരു പേഷ്യന്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലായിരിക്കും അല്ലെ, അല്ലായിരിക്കും അല്ല ഒരു പേഷ്യന്റിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. അവർ ഏത് രീതിയിലായിരിക്കും ആ ഒരു കെയറിന്റെ ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത്? നോക്കിക്കേ, ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് quality care if he or she has a sufficient knowledge and skills. അല്ലെ, ഒന്നാമത്തെ കാര്യം എന്താണ്, അവർക്കൊരു നല്ല സർവീസ്, അവര് ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ അവര് പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്ന ആളുകളാണ് അല്ലെ. അവർക്കൊരു നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ അവർക്ക് എന്ത് വേണം? അവർക്ക് സഫീഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ് ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ അവർക്ക് അത്യാവശ്യം വേണ്ട സ്കില്ലുകളും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന് വേണ്ട പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കണം. അല്ലാതെ അവർക്ക് ആ സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. പിന്നെ എന്താണ് ആഡിക്വേറ്റ് റിസോഴ്സസ് സ്റ്റാഫ് അല്ലെ. ഇത് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് ആഡിക്വേറ്റ് റിസോഴ്സസ് സ്റ്റാഫ് അല്ലെ. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്, നമ്മൾ ഒരു വ്യക്തിയല്ല അവിടെ സർവീസ് പോകും, ഒരുപാട് സ്റ്റാഫുകളാണ്. ഇപ്പൊ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരിലൂടെയാണ് ഈ സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിൽ ആഡിക്വേറ്റ് റിസോഴ്സസ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രഗ്സ് അല്ലെ, ഡ്രഗ്സ് മരുന്നുകൾ ഉണ്ടായിരിക്കണം, സപ്ലൈസ് ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ എക്യുപ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര ഇതെല്ലാം ഉണ്ടായിരിക്കണം അല്ലെ. ആവശ്യത്തിന് എത്ര സേവനങ്ങൾ കൊടുക്കാനും ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും അവർക്ക് ആ സേവനങ്ങളെല്ലാം കൊടുക്കുന്നത് സ്റ്റാഫുകളിലൂടെയാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റാഫുകൾ വേണ്ടത്ര ഉണ്ടായിരിക്കണം, ആവശ്യമുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കണം, ആവശ്യമായ എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെന്താണ് സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ് അല്ലെ. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇവ സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള കുറെ കൂടെ ക്ലീൻ ആയിട്ടുള്ളൊരു തൊഴിൽ എന്താ പറയാ അന്തരീക്ഷം അവർക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അല്ലെ. അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ജോലിയാണ് എങ്കിൽ കൂടിയും എന്താണ് അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്തായിരിക്കും വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക് അല്ലെ. അത് മാത്രമല്ല വെൽ പെയ്ഡ് ആയിരിക്കണം. അവർ കൊടുക്കുന്ന സർവീസുകൾക്ക്, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് അവർക്ക് ലഭിച്ചിരിക്കണം. പിന്നെ എന്തായിരിക്കണം ആൻഡ് റിവാർഡഡ് ഫോർ ദ ഗുഡ് വർക്ക്. അവരുടെ നല്ല വർക്കുകൾ, അവർ കൊടുക്കുന്ന നല്ല സേവനങ്ങൾക്ക് അവർക്ക് നല്ലൊരു എന്താ പറയുക റിവാർഡ് അല്ലെ, ഒരു എന്താ പറയാ അവർക്കൊരു റീൻഫോഴ്സ്മെന്റ് അല്ലെ, അവർക്കൊരു എന്താ പറയുക ഒരു അംഗീകാരം അവർക്ക് കൊടുത്തിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഒരു സ്റ്റാഫ് അങ്ങനെയാണ് കാണുന്നത് അല്ലെ. അവർക്കൊരു ക്വാളിറ്റി കെയർ എന്ന് പറയുമ്പോൾ അവരെന്താണ് കാണുന്നത്,
അവർക്ക് നല്ല കെയർ കൊടുക്കണമെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നോളജും സ്കില്ലുകളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. എത്ര നല്ല പ്രൊഫഷണൽ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിലും ഈ പറയുന്ന സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടത്ര സ്റ്റാഫുകളും സപ്ലൈസും ഡ്രഗ്സും എക്യുപ്മെന്റുകളും മറ്റു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അവർക്കാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല തൊഴിൽ അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണം. അവർക്ക് അവരുടെ ഒരു എന്താ പറയുക ജോലിയിൽ സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് വേണ്ടത്ര പേയ്മെന്റ് കിട്ടണം. അവരുടെ നല്ല സേവനങ്ങൾ അവരെ അംഗീകാരം കൊടുക്കണം അല്ലെ. നമുക്കൊരു മോട്ടിവേഷൻ ഒരു റീഎൻഫോഴ്സ്മെന്റ് തരുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനായിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഒരു അങ്ങനെയാണ് ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എന്തിനെ നോക്കിക്കാണുന്നത്, ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ ദ ഹെൽത്ത് കെയർ മാനേജർ. ഇനി ഒരു ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ ആസ് എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. അതാണ് മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി അല്ലെ. ഒരു ഹെൽത്ത് ഫെസിലിറ്റി ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാവിധ റിസോഴ്സുകളും വളരെ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അങ്ങനെ എങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് കെയർ മാനേജർ അതൊരു ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. കാരണം ഹെൽത്ത് കെയർ മാനേജറാണ്, അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ് അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹെൽത്ത് കെയർ മാനേജർ. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹെൽത്ത് ഫെസിലിറ്റികളിലുള്ള എല്ലാ റിസോഴ്സുകളും എല്ലാ സ്റ്റാഫുകളും വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം നോക്കണം അല്ലെ. അങ്ങനെ നോക്കണം. പിന്നെ എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർജറ്റ്. കൃത്യമായിട്ടുള്ള ടാർജറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് സ്റ്റാഫുകൾ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫുകൾ കൃത്യമായിട്ടുള്ള ഒരു ടാർജറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണോ അവർ പ്രവർത്തിക്കുന്നത് അല്ല അവർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പിന്നെ എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് കീഴിലുള്ള ഹെൽത്ത് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവരെന്തായിരിക്കണം? അവര് സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലെ. വളരെ സപ്പോർട്ട് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകളാണെങ്കിലും അവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഹെൽത്ത് കെയർ മാനേജർക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ കുറെ കൂടി സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലെ, കൂടുതൽ സപ്പോർട്ടീവ് ആയിരിക്കണം. അതുപോലെ കുറെ കൂടി ഒരു സൂപ്പർവൈസർ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് ദ കെയർ അല്ലെ. നല്ലൊരു കെയർ കൊടുക്കാനായിട്ട് അത്യാവശ്യം എന്താണ് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ അവർ വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ജോലിയിലെ അത്രയും എന്താ പറയാ ആത്മാർത്ഥമായിട്ട് വളരെ സിൻസിയർ ആയിട്ട് കണ്ട് പ്രവർത്തിക്കുന്ന വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. മത്സരാധിഷ്ഠിതമായിട്ട് വെച്ചാൽ നല്ല രീതിയിലാണ് പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത്, അല്ലാതെ തന്നുകൂടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്താണ് നല്ല രീതിയിൽ മത്സരാധിഷ്ഠിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സർവീസ് കൊടുക്കുന്നതില് മുന്നിട്ട് നിൽക്കുന്ന അതിന് കൂടുതൽ എന്താ പറയുക സിൻസിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന കോമ്പിറ്റന്റ് സ്റ്റാഫുകളായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. എന്ന് വെച്ചാല് പേഷ്യൻസിനോട് അത്രയും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല ആളുകളായിരിക്കണം. നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഒക്കെ പഠിച്ചില്ലേ നേരത്തെ കമ്പോണന്റ് എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അതാണ് നമ്മുടെ ഡിസിപ്ലിൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അത് മാത്രമല്ല വർക്കിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുന്നവരും ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഹെൽത്ത് കെയർ മാനേജർ അദ്ദേഹം അങ്ങനെയാണ് ഒരു ക്വാളിറ്റി കെയർ നോക്കിക്കാണുന്നത്. കാരണം അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാഫുകളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം? വളരെ കോമ്പിറ്റന്റ് സ്റ്റാഫുകളായിരിക്കണം. അദ്ദേഹത്തിന് കുറെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. കൃത്യമായിട്ടുള്ള ടാർജറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളായിരിക്കണം. അതുപോലെ ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലുള്ള എല്ലാ റിസോഴ്സുകളെയും വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ്. ഈ രീതിയിലാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കാണുന്നത്, ക്വാളിറ്റി കെയറിനെ നോക്കിക്കാണുന്നത്.
മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഓരോരുത്തരും ക്വാളിറ്റിനെ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്, വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ്. തുടക്കം നമ്മളൊരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ, എ ജഡ്ജ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അബൌട്ട് എ സർവീസ് ഓർ പ്രോഡക്റ്റ് ദാറ്റ് റിലേറ്റ്സ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫ്രം ഇറ്റ്. അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ ഒരു കാര്യം, അതായത് ഓരോരുത്തരും എന്താണ് ഒരു സർവീസിൽ ഒരു ക്വാളിറ്റിനെ അവർ നോക്കി കാണുന്നത്, അവരതിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഓരോരുത്തരും ക്വാളിറ്റിനെ നോക്കി കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ മനസ്സിലായില്ലേ, പെർസ്പെക്റ്റീവ് എല്ലാവരുടെയും വ്യത്യാസമുണ്ട്. ഞാൻ ക്വാളിറ്റിനെ നോക്കി കാണുന്നത് പോലെയല്ല നിങ്ങൾ ഓരോരുത്തരും നോക്കി കാണുന്നുണ്ടാവും. ഓക്കെ, അത്രേ കേട്ടോ. ഞങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും വരാനില്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോവാം. അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ നമുക്കൊരു പുതിയ വാക്കല്ല അല്ലെ, കാര്യം നമ്മൾ എന്താ ക്വാളിറ്റി അഷുറൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ, അതുകൊണ്ടാണ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, അക്രഡിറ്റേഷൻ എന്താണ്? അക്രഡിറ്റേഷൻ നമ്മൾ അവിടെ എന്താ പഠിച്ചത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഇസ് എ പബ്ലിക് റെക്കഗ്നീഷൻ. അതല്ലേ നമ്മൾ ക്വാളിറ്റി അഷുറൻസിനകത്ത് എന്താ പറഞ്ഞത്? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കേട്ടോ. അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് in which an entity separate and distinct from the healthcare organization, normally non-governmental. എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല കേട്ടോ, സെന്റൻസ് കംപ്ലീറ്റ് അല്ല, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതും കൂടെ ചേർത്ത് പറയുന്നു കേട്ടോ, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇങ്ങനെ പറയാം, accreditation is a process in which an entity separate and distinct from the healthcare organization, normally non-governmental, assesses the healthcare organization to decide if it meets a set of needs planned to improve the safety and quality of care. അപ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് കിട്ടുള്ളൂ. ഇവിടെ വെച്ചത് അവസാനിപ്പിച്ചേക്കാണ് കേട്ടോ. അപ്പൊ നോക്കൂ, എന്താണ് അക്രഡിറ്റേഷൻ? നമുക്കറിയാം, ഇറ്റ് ഇസ് എ പബ്ലിക് റെക്കഗ്നേഷൻ ആണ്, ഇതൊരു പൊതു അംഗീകാരമാണ്. ഈ പൊതു അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഗവൺമെന്റ് ഇതര അല്ലെ, ഒരു ഗവൺമെന്റ് അല്ല, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇനി അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലിന്റെ അകത്തുനിന്നുള്ള ആളുകളാണോ? ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആളുകളാണോ? അല്ല. പിന്നെന്താണ്? ഇവിടെ പറയുന്നത് എൻറ്റൈറ്റി സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന അംഗീകാരം കൊടുക്കുന്നത് അല്ലെ. അതായത് പുറത്തുനിന്നുള്ള ആളുകളാണ് കൃത്യമായിട്ട് അസസ് ചെയ്തത് അതിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ അകത്തുള്ള ആൾക്കാരാണ് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് അല്ല. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഏജൻസിയാണ് നോക്കിക്കാണുന്നത്. ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും? നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഒരിക്കലും ഗവൺമെന്റ് ആയിരിക്കില്ല, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് അവരുടെ എന്താണ് നോക്കിക്കാണുന്നത് അല്ലെ, ക്വാളിറ്റിനെ നോക്കിക്കാണുന്നത്. എന്താണ് അത് ചെക്ക് ചെയ്യുന്നത്? അസസ്സസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് if it meets a set of needs, practical standards planned to improve the safety and quality of care. അതായത് ഈ പറയുന്ന രോഗികളുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ ഒരു ഗുണമേന്മയുള്ള പരിചരണം നിലനിർത്തുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെ, പ്ലാൻ ചെയ്ത പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടോ എന്ന് എന്താണ് ഈ പറയുന്ന പുറമേ നിന്നുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡി എന്ത് ചെയ്യാണ്? അസസ് ചെയ്യാണ്. എന്നിട്ട് കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ. ക്ലിയർ ആയോ? പറഞ്ഞിരുന്നു അറിയാവുന്ന കാര്യമാണ്, ഞാൻ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ പ്രോസസ് in which an entity separate and distinct from the health care organization അല്ലെ, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, നോർമലി നോൺ ഗവൺമെന്റ് ആയിരിക്കും അല്ല, നോൺ ഗവൺമെന്റൽ ആയിരിക്കും. അവരെന്താണ് ചെയ്യുന്നത്? അസസ്സസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഒരു ഹോസ്പിറ്റലിന് അവര്
വിലയിരുത്താണ്. എന്താണ് അവർ വിലയിരുത്തുന്നത്? ഇഫ് ഇറ്റ് മീറ്റ്സ് എ സെറ്റ് ഓഫ് നീഡ്സ്, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് പ്ലാൻഡ് ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അല്ലെ, ഈ പറയുന്ന രോഗികളുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, നിറവേറ്റുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ കാര്യമല്ല, നമ്മൾ കഴിഞ്ഞ അഷ്വറൻസിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ ആണോ? അക്രഡിറ്റേഷൻ എന്താണെന്ന് അറിയാതെ നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോ കുറച്ചും കൂടി വ്യക്തമായില്ലേ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്നൊന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. ഇതാണ് അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. ഇതാണ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ വോളണ്ടറി എഫർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ വാക്ക് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പബ്ലിക് റിലേഷനിൽ പഠിച്ചിട്ടില്ലേ? വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ ഉള്ളതാണ് അല്ലെ. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്വമേധയാ ഉള്ളതാണ്. സ്വമേധയാ ഉള്ളതാണെന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതല്ല. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു അംഗീകാരമാണ്. ആ അംഗീകാരം നേടുക എന്നുള്ളത് അത് സ്വന്തമായ ഒരു ആവശ്യമാണ്. അല്ലാണ്ട് അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷെ അക്രഡിറ്റേഷൻ ഉണ്ടായാൽ അതിന്റെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നത് അതാണ് കേട്ടോ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ പഠിക്കും. അപ്പൊ മനസ്സിലാവും എന്തിനാണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ ശ്രമിക്കുന്നത്. കാര്യം അക്രഡിറ്റേഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് എ വോളണ്ടറി ആണ്. ശരിക്കും അത് സ്വമേധയാ ഉള്ളതാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതായത് ഒരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് അക്രഡിറ്റഡ് ആയിരിക്കണം എന്നൊന്നും യാതൊരു മാൻഡേറ്ററി അല്ല, ഒരു നിർബന്ധമുള്ള കാര്യമല്ല. വേണം എന്നുള്ളത് അത് സ്വന്തമായിട്ടുള്ളൊരു നീഡാണ്. മീൻസ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി ആണ്, സ്വമേധയാ ഉള്ളതാണ് കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് ആൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. ഇതാണ് പറയുന്നത്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ ആണ് അല്ലെ. അതായത് ക്വാളിറ്റി അസസ് ചെയ്യുന്നതിനും ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. കാര്യം എന്താണ്? അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രയും നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അക്രഡിറ്റഡ് ആവുക എന്ന് പറയുന്നത് അതെന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റിനുള്ള ഒരു നല്ലൊരു മാനേജ്മെന്റ് ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. അക്രഡിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു വാക്കില്ല. വരാൻ നല്ലതാണ്, അത്ര അംഗീകാരമുള്ള ഹോസ്പിറ്റലാണ് വെച്ചാൽ അവിടെ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സർവീസുകളും ആയിരിക്കുമെന്നാണ് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അക്രഡിറ്റഡ് എന്ന് കേൾക്കുമ്പോൾ അല്ലെ. ഇത്രയും അക്രഡിറ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ പബ്ലിക് റെക്കഗ്നീഷൻ ആണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, എന്ന് വെച്ചാൽ ഒരു സ്വമേധയ ഉള്ളതാണ്. പിന്നെ മാത്രമല്ല ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. പിന്നെ നമ്മൾ ക്വാളിറ്റി അഷുറൻസിൽ കുറെ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അക്രഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ലാത്ത കുറച്ച് 2 പോയിന്റുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണ് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ്. എന്താണ്? ഇറ്റ് ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ് അല്ലെ, പൊതുജനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു അല്ലെ, വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ശരിയല്ലേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അക്രഡിറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥം എന്താണ്?
അത് അത്രയും സേഫ് ആണെന്നാണ് അർത്ഥം അല്ലെ. അത്രയും നല്ല സർവീസുകളായിരിക്കും, നല്ല ക്വാളിറ്റി ആളുകളായിരിക്കും അല്ലെ. അങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. സോ ഇറ്റ് ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ്. അത് പൊതുജനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അക്രഡിറ്റേഷൻ എന്താണ്? ഏറ്റവും വലിയൊരു പ്രയോജനമാണ്. ഇറ്റ് ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ്. പൊതുജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പിന്നെന്താണ്? ഇറ്റ് പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ് അല്ലെ. ഈ അക്രഡിറ്റേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ്? വളരെ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല തൊഴിൽ അന്തരീക്ഷം അത് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ്. അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്? അവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെന്താണ്? നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന നമ്മളുടെ പേയ്മെന്റ് സോഴ്സുകളുമായിട്ട് എന്നുവെച്ചാൽ വരുമാനം ലഭിക്കുന്ന, റവന്യൂ വരുന്ന സോഴ്സുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സോഴ്സസ് ഓഫ് പേയ്മെന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് റവന്യൂ വരുന്ന മാർഗം, അവർക്ക് വരുമാനം വരുന്ന മാർഗം എന്താണ്? മെയിനായിട്ട് വരുന്നത് പേഷ്യൻസിൽ നിന്നാണ് അല്ലെ. പേഷ്യൻസ്, അവരുടെ ഇൻഷുറൻസ് കമ്പനികള് അല്ലെ, അങ്ങനെ റീഇംബേഴ്സ്മെന്റ്, ഇൻഷുറൻസിന് തന്നെ റീഇംബേഴ്സ്മെന്റ്, ഈ രീതിയിലൊക്കെയാണ് എന്ത് വരുന്നത്? റീഇംബേഴ്സ്മെന്റ് അല്ല, ഇൻഷുറൻസ് അല്ലെ. മെയിനായിട്ട് ഇൻഷുറൻസ്, മറ്റുള്ള ഗവൺമെന്റ് പ്രോഗ്രാമുകൾ, അതിലൂടെയൊക്കെയാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള പേയ്മെന്റുകളും കാര്യങ്ങളും ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സോഴ്സസ് ഓഫ് പേയ്മെന്റുകളുമായിട്ട് നല്ല രീതിയിലൊരു ഡിസ്കസ് ചെയ്യാനായിട്ട്, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അക്രഡിറ്റഡ് ആണെന്ന് വിചാരിക്കും, അക്രഡിറ്റേഷൻ ഉള്ള ഒരു സ്ഥാപനമാകുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ക്രെഡിബിലിറ്റി അവർക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, നമ്മളിപ്പോ ഒരു ജോലിക്ക് കൊടുത്താൽ നമുക്ക് അത്രയും കോൺഫിഡന്റ് ആണ് അല്ലെ. നമ്മൾ അതിനനുസരിച്ചുള്ള ആ ജോലിക്ക് ഏറ്റവും എല്ലാവിധ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഇത്ര സാലറി വേണമെന്ന് നമുക്ക് അവിടെ ആവശ്യപ്പെട്ടൂടെ? നമുക്ക് ഡിമാൻഡ് ചെയ്യാം, കാര്യം നമ്മൾ അത്രയും ക്വാളിഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ വരില്ലേ? എന്നതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ക്രെഡിബിലിറ്റിനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളായിട്ട് അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. നല്ല നല്ല റേറ്റുകൾ, അവർക്ക് പേയ്മെന്റ് റേറ്റുകൾ അവരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അവർ കൊടുക്കുന്ന ഹെൽത്ത് സർവീസുകള് നല്ലൊരു റേറ്റ് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഇത്തരം പേയ്മെന്റ് സോഴ്സുമായിട്ട് നല്ല രീതിയിൽ അവർക്ക് ഡിമാൻഡ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഞാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലായോ? എന്താ നമ്മളത് നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്? ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വേറെ രീതിയിൽ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറ്റിയോ? എന്താണെന്ന് മിണ്ടാത്തെ? മനസ്സിലായില്ലേ? എല്ലാരും പോയോ? ഓക്കെ, മനസ്സിലായി. അതായത് നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് ആണല്ലോ നമ്മൾ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ അംഗീകാരമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളായിട്ട് അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് പ്രോഗ്രാമുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റേറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണ്, അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡിമാൻഡ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. നമുക്ക് കിട്ടേണ്ട പേയ്മെന്റിന് അല്ലെങ്കിൽ ഇൻഷുറൻസും അങ്ങനത്തെയൊക്കെ ലഭിക്കുന്ന ആ ഒരു പേയ്മെന്റിലൊക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുമായിട്ട് നല്ല രീതിയിൽ റേറ്റുകൾ സംബന്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി? അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾക്ക് ക്ലിയർ ആണ്. ശരി, അപ്പൊ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, റെസ്പെക്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്നേഴ്സ്. എന്താണ് പറയുന്നത്? ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരിക്കും ഈ പറയുന്ന രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ അവകാശങ്ങളെ അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും അവർ ഈ പറയുന്ന ആ ഒരു എന്താ പറയുക കെയർ പ്രോസസ്, ആ ഒരു പരിചരണ പ്രക്രിയയുടെ ഭാഗമായി കണ്ട് അവരതിനെ ഉൾപ്പെടുത്തുകയും ചെയ്യും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നല്ലൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ
വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ ഫാമിലീസ് ആയിക്കോട്ടെ, അവരുടെ അവകാശങ്ങൾ അവർ മാനിക്കും. അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് അതിനെ മാനിച്ചുകൊണ്ട് തന്നെ പരിചരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവരെ കണ്ട് അവർക്ക് അതിന് വേണ്ട എന്താ പറയാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അവര് കൂടുതൽ എന്താ പറയാ ശ്രദ്ധിക്കുന്നു. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലിസൺ ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, റെസ്പെക്ട് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്നേഴ്സ്. കാര്യം പരിചരണ പ്രക്രിയയുടെ ഭാഗങ്ങളാണ് അവരും അതിന്റെ പാർട്ട്നേഴ്സ് ആണ്. അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെ മാനിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. മനസ്സിലായല്ലോ? അതാണ് വേറൊരു ബെനിഫിറ്റ് അതാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഇത് ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. ഇതാണ് പറയുന്നത്, ഇത് ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ, അംഗീകാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിലെ കൂടുതൽ ഇംപ്രൂവ്മെന്റിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റിലേക്കും ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു കൾച്ചറിനെ അത് എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യും. ശരിയല്ലേ? നമ്മളിപ്പോ ഒരു അക്രഡിറ്റേഷൻ കൊണ്ടുവരുമ്പോ എന്താണ്? അപ്പൊ കൂടുതൽ ഹെൽത്ത് കെയർ ഫീൽഡ് അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെ? കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷന് വേണ്ടി ശ്രമിക്കുകയും അക്രഡിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ആരോഗ്യ മേഖലയിൽ വികസനം ഉണ്ടാവും. ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റിനുള്ള, കൂടുതൽ ലേണിങ്ങിനുള്ള, ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ, അത്തരം ഒരു കൾച്ചർ തന്നെ എന്താ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് ലേണിംഗിന് ഓപ്പൺ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഇംപ്രൂവ്മെന്റിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു തുറന്നൊരു സംസ്കാരം അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആരോഗ്യ മേഖലയിൽ കൂടുതൽ എന്താ പറയാ നല്ലൊരു ഇംപ്രൂവ്മെന്റിനായിട്ട് ഒരു വഴി ഒരുക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഇതാണ് എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. അല്ലെ? വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആയിരിക്കും അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് അല്ലെ? വളരെ സഹകരണാത്മകതയോട് കൂടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക നേതൃത്വം, ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ടായിരിക്കും അവരവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ആവാതെ പരസ്പരം മാറി നിന്നിട്ടാണ് അങ്ങനെ ഒരു പ്രവർത്തിക്കുന്നുണ്ടാവുക. അല്ല, എല്ലാവരും നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു മേൽനോട്ടം, എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തിലുള്ള ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ടായിരിക്കും അവർ എന്ത് കൊടുത്തിട്ടുണ്ടാവുക? സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അത്രയും കോർഡിനേറ്റഡ് ആയിരിക്കും, കൊളാബറേറ്റീവ് ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? അവരുടെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എസ്റ്റാബ്ലിഷ് എ കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. തുടർച്ചയായിട്ടുള്ളതും വളരെ സഹകരണത്തോടു കൂടിയിട്ടുള്ള ഒരു നേതൃത്വം, ഒരു മേൽനോട്ടം അത് സാധിച്ചിരുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റുകളായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? അക്രഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് അല്ലെ? ഒന്ന് എന്താണ്? പൊതുജനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ വളരെ സുരക്ഷിതത്വമുള്ള, വളരെ നല്ല കാര്യക്ഷമമായിട്ടുള്ളൊരു എന്താ പറയുക തൊഴിലന്തരീക്ഷം അത് സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? പേയ്മെന്റ് സോഴ്സുകളായിട്ട്, അതായത് ഒരു ഹെൽത്ത് സർവീസിന് വരുമാനം ലഭിക്കുന്ന സോഴ്സുകളുമായിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് അവരുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരവരുടെ രോഗികളെയും കുടുംബാംഗങ്ങളെയും അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് അവരെ പരിചരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് കണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ആരോഗ്യ മേഖലയിൽ ഒരു ഇംപ്രൂവ്മെന്റിന്, ഒരു ഓപ്പൺ ലേണിംഗിനുള്ള ഒരു സംസ്കാരം, അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ടത് എന്താ കാരണമാകുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുടർച്ചയായിട്ടുള്ളതും വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു നേതൃത്വത്തോടു കൂടി തന്നെ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രാക്കിലേക്ക് തന്നെ എത്തിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്. ക്ലിയർ ആയി ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ?
കുറച്ച് എന്താ പറയുക സിംബോളിക് ആയിട്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സിംബോളിക് ആയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായ ആളുകളുണ്ട് ഗ്രൂപ്പിനകത്ത്, അവരോട് ചോദിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി എടുത്ത് കാണാം കേട്ടോ. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ടു JCA. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? JCA പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എവിടെ പഠിച്ചിട്ടുണ്ട്? ക്വാളിറ്റി അഷ്വറൻസിനകത്ത് നമ്മൾ അക്രഡിറ്റേഷൻ ബോഡീസ് എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? NABH, NABL, JCA. പിന്നെ വേറൊരു സംഭവം കൂടെ പഠിച്ചില്ല, വേറെ എന്തോ കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അതിൽ വരുന്നതാണ് JCA അല്ലെ? JCA. ഓക്കെ, എന്താണ് JCA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അവിടെ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്? JCA എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു അക്രഡിറ്റേഷൻ ബോഡി ആയിട്ടാണ് JCA കണക്കാക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ JCA പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അവിടെ NABH പഠിച്ചു, ഇവിടെ NABH വരുന്നുണ്ട്, JCAയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എളുപ്പമുള്ള പോയിന്റുകളാണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അഥവാ JCA that was established in the late 1990s to observe the hospitals outside the United States. അതൊക്കെ പോയിന്റ്, ഇതെല്ലാം പോയിന്റുകളാണ് കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ, US പുറത്തുള്ള, ഓക്കെ, US പുറത്തുള്ള ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലുകൾ അല്ലെ, അത്തരം ഹോസ്പിറ്റലുകൾക്ക് നിരീക്ഷിക്കുന്നതിനായിട്ട് അവർക്കൊരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനായിട്ട് 1990കളുടെ അവസാന ഘട്ടത്തില് സ്ഥാപിതമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് പറയുന്നത് JCA. ഓക്കെ, JCAയുടെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം. നമ്മൾ പഠിച്ചതാണ് നമ്മള്. എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് അത് സ്ഥാപിതമായത്? ഇൻ ദ ലേറ്റ് ഓഫ് 1990s, 1990കളുടെ അവസാനത്തിലാണ് അവരെന്താ ചെയ്യുന്നത്? ടു ഒബ്സർവ് ദ ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കേട്ടോ. കാരണം US പുറത്തുള്ളത്, അതെന്തുകൊണ്ട് US പുറത്തെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് JCA എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അത് എടുത്തു പറയുന്നില്ലെന്നുള്ളൂ. US പുറത്തുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 90കളുടെ അവസാനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അഥവാ JCA. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? JCA which is also not for profit, presently accredits facilities in Asia, Europe, US പെടും റഷ്യ, US പെടും. US പുറത്തെന്ന് പറയുമ്പോൾ US എന്നുള്ള അർത്ഥമല്ല, US അതിനകത്ത് പെടും. ഓക്കെ, അത് US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതിന് പുറത്തുനിന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന JCA തന്നെയാണ് കേട്ടോ. നോക്കാം, JCA which is also not for profit presently accredits facilities in Asia, Europe, the Middle East and South America കേട്ടോ. ഇവർ പറയുന്നതാണ് JCA എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടൊരു എസ്റ്റാബ്ലിഷ്മെന്റ്, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. നോൺ ഗവൺമെന്റൽ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഏജൻസി എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് JCA യൂസ് എന്തുവാ? JCA യൂസോ എന്താണ്? ലിച്ചു കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലേ, ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചതല്ലേ? അതിനകത്ത് JCA എന്തിനാ നമ്മൾ പഠിച്ചത്? അക്രഡിറ്റേഷൻ ബോഡിക്കകത്ത് പഠിച്ചത് ഓർമ്മയില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഇതിപ്പോ ഇടയ്ക്ക് ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ട് ഇടയ്ക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കണക്ഷൻ കിട്ടാത്തത് കേട്ടോ. ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? JCA പുതിയതായിട്ട് കേൾക്കുന്നതാണ് എല്ലാവരും? ആണോ? എല്ലാവരും പുതിയതായിട്ടാണോ കേൾക്കുന്നത്? അല്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ക്വാളിറ്റി അഷ്വറൻസിൽ പറഞ്ഞില്ലേ എന്താണ് JCA എന്ന് പറയുന്നത്? അക്രഡിറ്റേഷൻ ബോഡിക്കകത്ത് നമ്മൾ പഠിച്ചതാണ്, ആണല്ലോ. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാതെ മനസ്സിലാകുന്നത് പെട്ടെന്ന് കയറുമ്പോഴോ അല്ലെങ്കിൽ വായിക്കാതെ പോകുമ്പോഴൊക്കെ പറ്റുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ നോക്കണം. ഓക്കെ, വെച്ച് മനസ്സിലായി, ക്ലാസ്സിൽ കയറിയില്ല, ക്ലാസ് മിസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ കണക്ഷൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. JCI എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നോക്കൂ, നിലവിൽ അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ എന്താണ്, നിലവിൽ അത് ഏഷ്യ, യൂറോപ്പ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഫെസിലിറ്റികൾക്കൊക്കെ, അതായത് എന്ത് ഫെസിലിറ്റിയാണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. എക്കൗണ്ട് ഓഫ് JCI accredited hospitals വേൾഡ് വൈഡ് shows 820 hospitals in 47 and above countries. Okay, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് as listed on the JCI website till 2015. അതായത് നമുക്കറിയാം ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകമെമ്പാടും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളത് നമുക്കറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലായിടത്തും വെച്ചിട്ട് വേൾഡ് വൈഡ് ഏകദേശം ഒരു 47 രാജ്യങ്ങൾ, 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലാണ് ഏകദേശം 820 ഹോസ്പിറ്റൽ. ആ 820 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 820ഓളം ഹോസ്പിറ്റലുകൾക്ക് JCI എന്ത് കൊടുത്തിട്ടുണ്ട്, അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അതായത് 47 രാജ്യങ്ങളിലും, 47 മാത്രമല്ല ഇത് കൂടുതൽ രാജ്യങ്ങളിൽ, മൊത്തത്തിൽ അത്രയും രാജ്യങ്ങളിലായിട്ട് ഏകദേശം 820ഓളം ഹോസ്പിറ്റലുകൾക്ക് JCI എന്ത് കൊടുത്തിട്ടുണ്ട്, അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏതുവരെയാണ് ലിസ്റ്റഡ് ഓൺ JCI വെബ്സൈറ്റ്? 2015 വരെയുള്ള വെബ്സൈറ്റിലെ ഏറ്റവും അതുവരെയുള്ള റിസൾട്ട് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും, കുറച്ചും കൂടെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും. 2015 വരെയുള്ള വെബ്സൈറ്റിൽ നോക്കിയിട്ടുള്ള ഡീറ്റെയിലാണ് 820 പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ 820 അല്ലതാണ്, അതിന് കൂടുതൽ കാണും കേട്ടോ. 2015 വരെയുള്ള വെബ്സൈറ്റിൽ ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള വിവരമാണ് പറഞ്ഞത്. അതുവരെ ഏകദേശം 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളായിട്ട് 820 ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, JCI അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകൾക്ക് JCI അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചു വെക്കുന്നോട്ട് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് വൈഡ് 820 ഹോസ്പിറ്റൽസും ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 21 ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, JCI അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഓർത്തു വെക്കാനോ? ഓക്കെ, അടുത്ത നോക്കൂ. JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ പഠിച്ച പോയിന്റാണ് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ തെറ്റിപ്പോകരുത് കേട്ടോ. പഠിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ. ഇറ്റ് ഈസ് എ US ബേസ്ഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി. പറഞ്ഞ കാര്യമാണ് അല്ലെ. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെ, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അത് എന്തൊക്കെയാ ചെയ്യുന്നത്? വിച്ച് സെറ്റ്സ് ആൻഡ് അഡ്രസ്സസ് standards for the healthcare providers, level of performance in the key functional areas like patient rights, patient treatment and infection control. എന്താണ് പറയുന്നത്? അതായത് പേഷ്യന്റ് റൈറ്റ്സ് അല്ലെ, രോഗികളുടെ അവകാശങ്ങള്, അതുപോലെ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോള്, അങ്ങനെയുള്ള ഈ പറയുന്ന ഫങ്ഷണൽ ഏരിയകളിൽ, ഈ പറയുന്ന പ്രവർത്തന മേഖലകളില് ഈ പറയുന്ന ഹോസ്പിറ്റലുകളുടെ ആ ഒരു പ്രകടന നിലവാരം അല്ലെ, പ്രകടന നിലവാരം ഇതിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. ഓക്കെ, അത് നമ്മള് അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതൊക്കെ മേഖലകളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ റൈറ്റ്സ്, രോഗികളുടെ അവകാശങ്ങള്, അതുപോലെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകള്, പിന്നെ എന്താ പറയുക ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളില് നല്ല ഒരു പ്രകടന നിലവാരത്തിന്, അവിടെയുള്ള ആ ഒരു പെർഫോമൻസിനെ നടത്തുന്നതിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത് അസസ് ചെയ്യുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? JCI's goal is to improve the quality of healthcare in the international community by giving the worldwide accreditation success. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും പറയുന്നത് മാത്രമല്ല. അതായത് ലോകമെമ്പാടും ഈ പറയുന്ന അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് ഈ പറയുന്ന ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട്
ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ലോകമെമ്പാടുമുള്ള കാര്യം ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ്. അപ്പൊ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ മേഖലയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതാണ് ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? JCAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? JCA standards would take us to improved patient care, safety and path of continuous quality improvement. ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. JCAയുടെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്, JCA മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡുകളായിരിക്കും കേട്ടോ. അത്തരം സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി, അതുപോലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനൊക്കെ കൂടുതൽ എന്താണ് വഴി തെളിയിക്കും എന്നാണ് പറയുന്നത്. അത്രയും നല്ല സ്റ്റാൻഡേർഡുകളാണ് JCAയുടെ സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ JCA അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ കേട്ടോ. നല്ല സ്റ്റാൻഡേർഡുകളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ JCA ഇത് കൊടുക്കുള്ളൂ, അംഗീകാരം കൊടുക്കൂ കേട്ടോ. അപ്പൊ അവിടെ അത്രയും നല്ല പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും ഉള്ള എന്താ പറയുക ഓർഗനൈസേഷൻസ് ആയിരിക്കും കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത്, ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ് ആൻഡ് വുഡ് പ്രൊവൈഡ് us a competitive edge. അതായത് ദിസ് വുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ് ആൻഡ് വുഡ് പ്രൊവൈഡ് us a competitive edge. അതായത് ചുരുക്കി പറഞ്ഞാല് ഈ JCAയുടെ അക്രഡിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോ രോഗികൾക്കായിക്കോട്ടെ, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളൊക്കെയാണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനികള് അവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ വളരെ എന്താ പറയാ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇൻഷുറൻസ് കമ്പനികൾക്കാണെങ്കിലും ഈ പറയുന്ന പേഷ്യൻസിനാണെങ്കിലും അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വുഡ് പ്രൊവൈഡ് എസ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു മത്സര നേട്ടം അത് പ്രദാനം ചെയ്യും. മത്സര നേട്ടം പ്രദാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാലോ, നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാം ഒന്നിനൊന്നും മെച്ചമേ നമുക്ക് പറയാൻ പറ്റും. ഒരു ഹോസ്പിറ്റലുകളും ഒന്ന് മോശം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം ഏകദേശം ഒരേ അക്രഡിറ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് ഒരു മത്സര നേട്ടം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്തിനു സാധിക്കും? JCA അക്രഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. കാര്യം മറ്റുള്ള അക്രഡിറ്റേഷൻ പോലെയല്ല അല്ലെ. JCAയുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ആണ്. അപ്പൊ ആ അക്രഡിറ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫീൽഡില് നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് രോഗികളിലായാലും കമ്മ്യൂണിറ്റിക്കിടയിലായാലും ഇൻഷുറൻസ് കമ്പനികൾക്കിടയിലായാലും ഒരു വിശ്വാസ്യത, ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അടുത്തത് കേട്ടോ. JCA accreditation is the gold standard for the quality. കേട്ടോ, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ ക്വാളിറ്റി. ക്വാളിറ്റിയുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് JCA accreditation അല്ലെ. നമ്മളിപ്പോ പറയില്ലേ നമ്മുടെ ഗോൾഡിന് മറ്റേ സ്വർണത്തിന് നമ്മൾ 916 എന്നൊക്കെ പറയുമെങ്കിൽ നമ്മള് മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ BAS ഹോൾമാർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെതായ ഒരു എന്താ പറയാ പവർ ഉണ്ട് അല്ലെ. എന്നതുപോലെയാണ് JCA accreditation. JCA accreditation എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി. ക്വാളിറ്റിയുടെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ എഴുതി കണക്കാക്കുന്ന ഒന്നാണ് JCAയുടെ accreditation എന്ന് പറയുന്നത് കേട്ടോ. കാര്യം എന്താണ്? സിൻസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ പ്രൊവിഷൻ ഓഫ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല രോഗി പരിചരണം, രോഗി സുരക്ഷിതത്വത്തിനുള്ള അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സേവനങ്ങൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ JCA അക്രഡിറ്റേഷനെ എന്തായിട്ട് കണക്കാക്കുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ ക്വാളിറ്റി ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. JCA പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ ഇതാണ്. ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്ക US ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഏത് കാലഘട്ടത്തിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1990കളുടെ അവസാന ഘട്ടത്തിലാണ് ഈ ഒരു അക്രഡിറ്റേഷൻ ബോഡി നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ നിലവില് കറന്റ് ഇവർ ഈ പറയുന്ന ഏഷ്യ, അതുപോലെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി
കമ്മിറ്റികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു കണക്ക് പറയുന്നത് ഏതുവരെയുള്ള കണക്കാണ് 2015 വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള അതുവരെയുള്ള കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 820ഓളം ഹോസ്പിറ്റലുകൾക്ക് ലോകത്തെമ്പാടുമുള്ള ഏകദേശം ഒരു 820 ഹോസ്പിറ്റലുകൾക്ക് JCA അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 21 ഹോസ്പിറ്റലുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. പിന്നെ JCA ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നതാണ് JCA ഫുൾ ഫോം കേട്ടോ. പിന്നെ JCA പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ലക്ഷ്യം വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. രോഗികളുടെ അവകാശങ്ങള്, രോഗികളുടെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനെ 3 പ്രവർത്തന മേഖലകളിലെ ഏറ്റവും നല്ല പ്രകടന നിലവാരത്തിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCA എന്ന് പറയുന്നത്. പിന്നെ ലോകമെമ്പാടുമുള്ള അക്രഡിറ്റേഷൻ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCA പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ JCA അക്രഡിറ്റേഷൻ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്വാളിറ്റിയുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? JCA അക്രഡിറ്റേഷനെ കണക്കാക്കുന്നത്. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കി, JCA പറ്റി അക്രഡിറ്റേഷൻ എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, JCA പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവും അല്ലെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് നാളെ നമുക്ക് JCA അക്രഡിറ്റേഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് സുഹൈന ഈ മാസം എല്ലാ സുഹൈന നമ്മുടെ പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട് കേട്ടോ. പോർഷൻസ് ഇഷ്ടം പോലെ എടുത്ത് തീർക്കാനുണ്ട്. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ. ഇനി എന്താണ് എനിക്ക് എടുക്കാനുള്ളത്? മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനുണ്ട്, പിന്നെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എടുക്കാനുണ്ട്, പിന്നെ ഏതായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 2 ചാപ്റ്ററുകൾ അതൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും വലിയ ചാപ്റ്ററുകളാണ്. അതുകൊണ്ടാണ് കേട്ടോ. എടുക്കാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കുന്നതിലൂടെ എനിക്ക് വലിയൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പൊ കുടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കി. അതുകൊണ്ടാണ് കേട്ടോ. പരമാവധി നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോ മാക്സിമം അധികം ടൈം എനിക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ക്ലാസ് ശ്രദ്ധിക്കുക. ഒത്തിരി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് സംഭവിക്കും, നമ്മുടെ ടൈം ഒരുപാട് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ വിചാരിച്ച സമയത്തേക്ക് തന്നെ ലാഗ് ചെയ്താ പോകും, ഒന്നും കൂടെ വൈകും അത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ക്ലാസ് മിസ്സാവുന്നവര് ദയവേത് റെക്കോർഡ് ക്ലാസ് കാണാം. അങ്ങനെയൊക്കെ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ളൊരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ശരി, ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ശരിയാണ്. ഞാൻ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. മിസ്സിനോട് ഞാൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് അന്വേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിസ് തിരിച്ച് നിങ്ങളോട് അന്വേഷിച്ചതായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, അടുത്ത ക്ലാസ്. താങ്ക് യു.